നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മള് 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അതിന്റെ ഒരു വേ പറയാം. അതിന് വേണ്ടിയിട്ടാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലബിംഗ് ആണ്. അത് കഴിഞ്ഞാൽ അഗ്രിഗേഷൻ ആണ്. അതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ചെയ്യും. സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ചെയ്യും. ദെൻ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം, അല്ലേ? ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യണം? പിന്നീട് ടോട്ടൽ ഇൻകം ആക്കി മാറ്റണം. ഓക്കെ, ടോട്ടൽ ഇൻകം ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡിഡക്ഷൻസ് ATC മുതൽ ATU വരെയുള്ള ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? അതിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും നമുക്ക്. ഓക്കെ, ദെൻ ആ ഇൻഡിവിജ്വൽസിന്റെ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്റർ മുതൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. എങ്ങനെയാണ്? നമുക്കറിയാലോ, ഒരുപാട് പേഴ്സൺസ് ഉണ്ട്. അതിലൊരു പേഴ്സൺ ആണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. നമുക്ക് വേറെയും ആളുകളുടെ ഒക്കെ ഇപ്പൊ ഈ HUF സെപ്പറേറ്റ് ഉണ്ട്. നിങ്ങളിപ്പോ ഭാവിയിലൊക്കെ നിങ്ങൾ PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത് PGക്ക് 2 ടാക്സ് ഉണ്ട്. അതില് രണ്ടാമത്തെ, അതായത് ദാറ്റ് മീൻസ് 4th സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഇൻഡിവിജ്വൽസിന്റെ കാൽക്കുലേഷൻ വരും, HUF കാൽക്കുലേഷൻ വരും, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, ഇങ്ങനെയുള്ള പാർട്ണർഷിപ്പ് ഫോം എല്ലാ അസോസിയേഷന്റെയും അല്ലെങ്കിൽ എല്ലാ പേഴ്സൺസിന്റെയും ഈ പറയുന്ന ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രോബ്ലംസും ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ ഒരു ഇൻഡിവിജ്വൽസിന്റെ എങ്ങനെയാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ മാത്രമല്ല എങ്ങനെയാണ് ടാക്സ് ലാബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നോക്കാം. നമുക്ക് ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇവിടെ പറയുന്നുണ്ട്, ടോട്ടൽ ഇൻകം മീൻസ് അഗ്രിഗേറ്റ് ഓഫ് ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം ആഫ്റ്റർ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അല്ലെ, ഇൻകം ടാക്സിലെ ഈ പറയുന്ന 5 ഹെഡ്സ് ഓഫ് ഇൻകംസും ആഡ് ചെയ്ത് അതിന് ഈ പറയുന്ന 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങളൊക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകത്തിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻകം ഓഫ് അസോസി ആണ്. അതാണ് നമ്മളുടെ ടാക്സബിൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നോക്കാം എങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇൻഡിവിജ്വൽസിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് താഴെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച ടാക്സിലുണ്ടാവും, അല്ലെ? ഇൻഡിവിജ്വൽസിന്റെ ആണെങ്കിലും മറ്റുള്ളവരുടെ ഒക്കെ ആണെങ്കിൽ ആ ഒരു റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ, അല്ലെ? ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്നുള്ളതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെല്ലാം ഇൻകംസ് അയാൾക്ക് ടാക്സബിൾ ആയിട്ട് മാറുന്നുണ്ട്, ടാക്സബിൾ അല്ലാത്ത ഇൻകംസ് ഏതൊക്കെയാന്നുള്ളതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ്, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അല്ലെ? ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കറിയാം ഇൻഡിവിജ്വൽസിനാണ് HUF-നാണ് 3 സ്റ്റാറ്റസുകൾ വരുന്നത്: റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്, പിന്നെ നോൺ റെസിഡന്റ്, അല്ലെ? HUF-നും ഇതേപോലെ തന്നെ വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ കേസിൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഏത് കാറ്റഗറിയിലാണ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ വരിക എന്നുള്ളത് തീരുമാനിക്കാം. രണ്ടാമത്തത്, കമ്പ്യൂട്ട് ദ ഇൻകം അണ്ടർ ദ ഡിഫറെന്റ് ഹെഡ്സ് സച്ച് ആസ് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇതെല്ലാം പാടെ എന്ത് ചെയ്യുക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം അഗ്രിഗേറ്റ് ദം കൺസിഡറിങ് ക്ലബിംഗ് ആൻഡ് സെറ്റ് ഓഫ് ഒക്കെ ചെയ്തിട്ട് അതിനെല്ലാം പാടെ ഒരുമിച്ച് കൂട്ടുക. അതിൽ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C മുതൽ 80U വരെ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ആ ഡിഡക്ഷൻസ് എന്ത് ചെയ്യണം? നമുക്ക് അത് വർക്ക്ഔട്ട് ഈ പറഞ്ഞ മൈനസ് ചെയ്യണം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറേ ഉണ്ട്, അത് നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകത്തിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻകം എന്ന് പറയും. ഓക്കെ, ദെൻ ആ ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ടണ്ണിലോട്ട്, ഇപ്പോ 5 അല്ലെങ്കിൽ ഇപ്പോ 10,555 അല്ലെങ്കിൽ 557 ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിയറസ്റ്റ് ടണ്ണിലോട്ട് അതിനെ, ഇപ്പോൾ 557 ആണെങ്കിൽ 560
നമ്മൾ എന്ത് ചെയ്യും, റൗണ്ട് ചെയ്യും. ഇനി 552 ആണെങ്കിൽ എന്ത് ചെയ്യും, 550 നമ്മൾ നിയറസ്റ്റ് ടെന്നിലോട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യും. ഓക്കെ, ദെൻ ഇത്രയും സ്റ്റേജ് ആണ് നമ്മളൊരാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നോക്കാം. നമുക്ക് ഇനി പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. നമ്മൾ ഇനി പ്രോബ്ലത്തിലോട്ട് കിടക്കുക കേട്ടോ. ദെൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ ഒരു ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു ചാർട്ട് ഇവിടെ കാണുന്നുണ്ട്. ആദ്യം നമ്മൾ സാലറി കാണാം, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുക, അതിനുശേഷം ഇൻകം ഫ്രം പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഗെയിന്, പിന്നെ അതർ സോഴ്സും ഒക്കെ പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിന് നമ്മൾ 80C മുതൽ 80E വരെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽസിന്റെ ഒരു ടോട്ടൽ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25 ആണ്. 2024-25 ഈ പറയുന്ന എ എന്ന് പറയുന്ന ഒരാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഇയാളുടെ സാലറി 30,000 പെർ മന്ത് ആണ്, 30,000 ആണ് മാസം. ദെൻ ബോണസ് 60,000 ആണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് അലവൻസ് 1,000 പെർ മന്ത് ആണ്. ഓക്കെ, ദെൻ മെഡിക്കൽ ബിൽ ഓഫ് ₹37,000 വേർ റീഇംബേഴ്സ്ഡ് ആണ്. ഇയാൾക്ക് ഒരു മെഡിക്കൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ മെഡിക്കൽ എക്സ്പെൻസ് എന്ത് ചെയ്തു, അയാൾ ചെലവാക്കിയ പൈസ ഈ പറയുന്ന എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അയാൾ റീഇംബേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റീഇംബേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അയാൾ ചിലപ്പോൾ അയാളുടെ കമ്പനി കൊടുത്തിട്ടുണ്ടാവും. ഒക്കെ റീഇംബേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹിസ് ട്രീറ്റ്മെന്റ് ഹാസ് ബീൻ ഡൺ ഇൻ പ്രൈവറ്റ് ക്ലിനിക് ആണ്. ഇനി ഒരു കാര്യമുണ്ട്, ഇയാള് ഈ പറയുന്ന പ്രൈവറ്റ് ക്ലിനിക്കിലാണ് ഈ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോട്ട് ചെയ്യുക, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഹിസ് ട്രീറ്റ്മെന്റ് ഹാസ് ബീൻ ഡൺ ഇൻ പ്രൈവറ്റ് ക്ലിനിക് ആണ്. പ്രൈവറ്റ് ക്ലിനിക്കിലാണ് ഇയാൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോട്ട് ചെയ്ത ശേഷം മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർക്വിസിറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ്, HR റിസീവ്ഡ് ₹4,000 പെർ മന്ത് ആണ്. ഇയാളുടെ എംപ്ലോയർ HR കൊടുത്തിട്ടുണ്ട്. ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് ഒരു എമൗണ്ട് പെർ മന്ത് കൊടുക്കുന്നുണ്ട്. ഈ പെയ്ഡ് റെന്റ് ഓഫ് ₹6,000 പെർ മന്ത് ആണ്. ഇയാള് 6,000 ആണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, അയാൾ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. അതിന് അയാൾ വാടക കൊടുക്കുന്നത് 6,000 പെർ മന്ത് ആണ്. ദെൻ ഇയാൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കൺസേൺസിലാണ്, മുംബൈയിലുള്ള ഒരു പ്രൈവറ്റ് കൺസേണിലാണ് ഇയാൾ വർക്ക് ചെയ്യണത്. ഓക്കെ, ദെൻ ഇയാൾക്ക് ഒരു സ്മാൾ കാർ പ്രൊവൈഡ് ബൈ കമ്പനിയാണ്. ഒരു ചെറിയ കാർ എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറിയാലോ എന്തിനാണ് ഇവിടെ സ്മാൾ കാർ അല്ലെങ്കിൽ ലാർജ് കാർ എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ പെർക്വിസിറ്റുകളാണ്. ഓക്കെ, ദെൻ എക്സ്പെൻസസ് ഓഫ് ഇറ്റ്സ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് സാലറി ദ ഡ്രൈവർ ആർ ബേൺ ബൈ ദ കമ്പനി. ഈ പറയുന്ന കാറിന്റെ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ അതിന്റെ റണ്ണിങ് ചെലവുകളും അതുപോലെ തന്നെ കാറിന് ഒരു ഡ്രൈവറെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കമ്പനി. ഈ പറയുന്ന ചെലവുകളൊക്കെ എടുക്കുന്നത് കമ്പനിയാണ്. ഓക്കെ, ദിസ് കാർ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. ഇയാളുടെ പേഴ്സണൽ പർപ്പസിനും കാർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യൽ പർപ്പസിനും കൂടി യൂസ് ചെയ്യുന്ന കാറാണ്. ഓക്കെ, ദെൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 14% ഓഫ് സാലറി ടു RPF ആണ്. ഓക്കെ, അതായത് എംപ്ലോയറും എംപ്ലോയിയും, ഇപ്പൊ മിസ്റ്റർ എ ആണ് ഇവിടുത്തെ എംപ്ലോയി. ആ മിസ്റ്റർ എയും മിസ്റ്റർ എയുടെ എംപ്ലോയറും എന്ത് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ എയുടെ PF-ലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് 14% ഓഫ് സാലറി, 14%, ഇയാളുടെ സാലറിയുടെ 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡന്റ് ഫണ്ട് എമൗണ്ട് ടു ₹10,500 ആണ്. ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷം എന്ത് കിട്ടും, അവർക്ക് അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം ആണ് 10,500. ആ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 10% അല്ലെ, 10.5% ആണ്, 10.5% ഇൻട്രസ്റ്റ് ആയിട്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹി പെയ്ഡ് പ്രീമിയം ഓഫ് ₹18,000 ഓൺ പോളിസി ഓൺ ഹിസ് ഓൺ ലൈഫ് ആണ്. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 18,000 രൂപ അയാളുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ആ ലൈഫ് ഇൻഷുറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ എടുത്തതിന്റെ ഭാഗമായിട്ട് അയാൾ പ്രീമിയം അടക്കേണ്ടി വരും. അങ്ങനെ പ്രീമിയം അയാൾ 18,000 രൂപ അടച്ചിട്ടുണ്ട്. ഇത് സെക്ഷൻ 80C ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. സെക്ഷൻ 80C എന്ന് എന്താ, 80Cയിൽ എന്തൊക്കെയാ പറയണത്, ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടിലോട്ടും അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അല്ലെ
അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഡക്ഷൻസിനെ കുറിച്ച് പറയുന്നതാണ് ATC. അപ്പോൾ ഇയാളുടെ ലൈഫിന് വേണ്ടിയിട്ട് അയാൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ATC പ്രകാരം ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഫ്രം സേവിംഗ് ബാങ്ക് അക്കൗണ്ട് 57,000 ആണ്. ഇയാൾക്ക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 57,000 രൂപ തരുന്നുണ്ട്. ഇയാൾക്ക് ഇൻട്രസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമ്മളോട് പറഞ്ഞ എന്താണ്, ഇയാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെച്ചോ. ഇയാൾക്ക് സാലറി ഹെഡിൽ വരുന്നതാണ്, ബോണസ് സാലറിയിൽ വരുന്നതാണ്, എന്റർടൈൻമെന്റ് അലവൻസ് സാലറിയിൽ വരുന്നതാണ്, മെഡിക്കൽ ബില്ല് ഇത് റീംബേഴ്സ് ചെയ്തത് അതും സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഐറ്റം ആണ്. ഇത് പെർക്വിസിറ്റ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോ. HRA അലവൻസ് ആണ്, അതും സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്നതാണ്. കാർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും പെർക്വിസിറ്റ് ആണ്. പെർക്വിസിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ പറഞ്ഞ എംപ്ലോയിയുടെ PF കോൺട്രിബ്യൂട്ട് ചെയ്തതും ഈ പറഞ്ഞ പോലെ സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് വരിക. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്, അതും സാലറിയിലാണ് വരിക. ദെൻ ഇയാള് പ്രീമിയം അടച്ചത് ഈ 9ാമത്തെ ഐറ്റം ഡിഡക്ഷൻസ് ആണ്. ATC പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ളൊരു പ്രൊവിഷനാണ്. ദെൻ അതുപോലെ 57,000 അതർ സോഴ്സിലെ ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഫ്രം ഇൻട്രസ്റ്റിംഗ് ഒക്കെ അതർ സോഴ്സ്, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന 5ാമത്തെ ഹെഡിലെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യാം 57,000. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25 എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഇൻകം ഫ്രം സാലറി കാണണം. ഇൻകം ഫ്രം സാലറി കാണുമ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എത്രയാണ്, 30,000 പെർ മന്ത് ആണ് അല്ലെ, 30,000 മാസത്തിലാണ് അയാളുടെ സാലറി. അപ്പൊ 30,000 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബേസിക് സാലറി, ബേസിക് പേ എത്ര കിട്ടും, 3,60,000 കിട്ടും. അത് നമ്മൾ എടുത്ത് എഴുതി വെക്കാം. ഓക്കെ. അതിന് പുറമെ അയാൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബോണസ് കിട്ടിയിട്ടുണ്ട്, ഒരു 60,000 ബോണസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ആ 60,000 ബോണസ് നമ്മൾ എടുത്ത് എഴുതി വെക്കാം. ഓക്കെ. ദെൻ പിന്നെ ഇവിടെ പറഞ്ഞത് എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. EA എന്നാണ് ഷോർട്ട് ഫോം അറിയപ്പെടാം. എന്റർടൈൻമെന്റ് അലവൻസിന്റെ കേസിൽ നമുക്കറിയാം ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ എക്സംപ്റ്റഡ് ഉള്ളൂ, ബാക്കിയുള്ളവരുടെ കേസിലൊക്കെ ടാക്സിബിൾ ആണ്. ദെൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ തന്നെ ആദ്യം എന്ത് ചെയ്യണം, അവരുടെ ടോട്ടൽ ഇൻകത്തിനോട് കൂടി ഇത് ആഡ് ചെയ്യണം, പിന്നീട് അവർക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻസ് അവൈലബിൾ ആകുകയുള്ളൂ. ഓക്കെ. ദെൻ അപ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് 10,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ 1,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. 1,000 ഇൻറ്റു 12 ഓരോ മാസം 1000 വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 12,000 കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇവിടെ മെഡിക്കൽ ബില്ല് ഓഫ് 37,000 റീംബേഴ്സ്ഡ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. മെഡിക്കൽ ബില്ല് നമുക്ക് റീംബേഴ്സ് ചെയ്യാം. ദെൻ ഈ പറയുന്ന മിസ്റ്റർ എ എന്ന് പറഞ്ഞ വ്യക്തി എന്തെങ്കിലും അസുഖങ്ങൾ വന്ന കാരണത്താൽ അയാൾ ഈ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചു. ആ ഹോസ്പിറ്റൽ ബില്ല് എന്ത് ചെയ്തു, ഇയാളുടെ കമ്പനി ഓണർ എന്ത് ചെയ്തു, അയാൾക്ക് കൊടുക്കുകയാണ്. ആ ബില്ല് എത്രയാണോ അടച്ച എമൗണ്ട് കമ്പനി ഇയാൾക്ക് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അയാളുടെ മെഡിക്കൽ ബില്ലും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് കമ്പനിയാണ് ഇതിന്റെ അർത്ഥം. അത് ഈസ് എ പെർക്വിസിറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇയാളുടെ സാലറിക്ക് പുറമെ, ഇയാളുടെ ഈ അലവൻസുകൾക്ക് പുറമെ കമ്പനി കൊടുക്കുന്ന ഈ പറഞ്ഞ ഇൻ കൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ഫെസിലിറ്റികളെ നമ്മൾ എന്ത് പറയാം, പെർക്വിസിറ്റ് എന്ന് പറയാം. സോ അത് ഇയാൾക്ക് 37,000 അല്ലേ, അതിന്റെ എമൗണ്ട് കമ്പനി ചെയ്തു, അയാൾ ചെലവാക്കിയ പൈസ കമ്പനി അയാൾക്ക് തിരിച്ചു കൊടുത്തു. ഓക്കെ. ദാൻ ഇറ്റ്സ് എ പെർക്വിസിറ്റ് ആണ്. ഇനി അവിടെ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പെർക്വിസിറ്റ്, ഈ പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇയാള് പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ നടത്തിയെന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. ഇനി അതർവൈസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസർ റെക്കഗ്നൈസ് ചെയ്ത ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലാണ് ഇയാൾ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് നടത്തിയതെങ്കിൽ അതിനുവേണ്ടി ചെലവായ പൈസ എന്ത് കിട്ടും, അയാൾക്ക് ഡിഡക്ഷൻസ് കിട്ടും. അപ്പോൾ ആ എമൗണ്ട് അയാളുടെ ടോട്ടൽ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യേണ്ട. പക്ഷെ ഇവിടെ പ്രൈവറ്റ് ക്ലിനിക്കിലായതുകൊണ്ട് ആ എത്രയാണോ റീഇംബേഴ്സ് ചെയ്ത പൈസ, ആ പൈസ ഇസ് എ പെർക്വിസിറ്റ് ആയിട്ട് അയാളുടെ സാലറിയോട് കൂടി ആഡ് ചെയ്യേണ്ടി വരും. സോ അതാണ് ഇവിടെ മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് HRA റിസീവ്ഡ് ആണ് അല്ലെ. ഇയാൾക്ക് ഹൗസ് റെന്റ് അലവൻസ് കിട്ടിയിട്ടുണ്ട് 4,000 പെർ മന്ത്, 4,000 രൂപ ഓരോ മാസം അയാൾക്ക് 4,000 വെച്ചിട്ട് എന്ത് കിട്ടുന്നുണ്ട്, HRA കിട്ടുന്നുണ്ട്. പക്ഷെ അയാൾ റെന്റ് കൊടുക്കുന്നത് 6,000 പെർ മന്ത് ആണ്. ഓക്കെ. ഇയാൾ വർക്ക് ചെയ്യണത് ഒരു മുംബൈയിലാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ HRA നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണത് നോക്കാം. വർക്കിംഗ് നോട്ടിൽ എങ്ങനെയാണ് കാണുന്നുള്ളത് നോക്കിക്കോട്ടോ. എക്സംപ്റ്റഡ് HRA നമ്മൾ ഫൈൻഡ് ഔട്ട് എങ്ങനെയാണ്, ആക്ച്വൽ HRA റിസീവ്ഡ് അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നോക്കും. അതിൽ ചെറുതാണ് എടുക്കുക അല്ലെ. HRA ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് എക്സംഷൻ കിട്ടുക. അതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ HRA റിസീവ്ഡ്. ഇയാൾക്ക് HRA കിട്ടിയത് എത്രയാ,
ഈ പറഞ്ഞ 4000 പെർ മന്ത് ആണ്. അപ്പോൾ 4000 ഇൻറ്റു 12, 4000 ഇൻറ്റു 12 ചെയ്താൽ 48,000 രൂപ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി 10% റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇയാളുടെ റെന്റ് പേ ചെയ്ത് നോക്കാം. ഓക്കെ, റെന്റ് പെയ്ഡ് എത്രയാ? റെന്റ് പേ ചെയ്ത് ഇയാൾ 6000 പെർ മന്ത് ആണ്. അപ്പോൾ 6000 ഇൻറ്റു 12. ഓക്കെ, ദെൻ 6000 പെർ മന്ത് മൈനസ് 10% ഓഫ് സാലറി കണ്ടിട്ട് അതിൽ നിന്നും ആ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് 36,000 എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസ് ആയി. ഇയാളുടെ സാലറിയുടെ 10% എടുക്കാം. ആ സാലറിയുടെ 10% നിന്നും ഇയാൾ കൊടുത്ത റെന്റ് പേ ചെയ്തത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് 36,000. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 50% ഓഫ് സാലറി ആണ്. ഇയാള് മുംബൈയിലാണ് താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ 50% ഓഫ് സാലറി വരാനുള്ള കാരണം. അല്ലാത്ത സിറ്റികളിലൊക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട മേജർ സിറ്റീസിലാണ് 50% ഓഫ് സാലറി വരിക. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് അവിടെ 40% ഓഫ് സാലറിയാണ് വരിക കേട്ടോ. ദെൻ ഇവിടെ മുംബൈയിലായതുകൊണ്ടാണ് 50% ഓഫ് സാലറി വന്നത്. അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ചെറുത് എക്സസ് അല്ല, ഈ ബി ആണ്. ദാറ്റ് മീൻസ് റെന്റ് പെയ്ഡ് മൈനസ് അല്ലെ, റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്ന് പറയുന്ന ആ ഒരു 36,000 ആണ് അവിടെ ഏറ്റവും ചെറിയ എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് 36,000 ആണ്. ഇയാൾക്ക് ആക്ച്വലി കിട്ടിയ HRA എന്ന് പറഞ്ഞാൽ 48,000 ആണ്. അപ്പോൾ 48,000 നിന്ന് ഈ എക്സംപ്റ്റഡ് ആയിട്ടുള്ള HRA മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 36,000 മൈനസ് ചെയ്താൽ ടാക്സബിൾ ആയിട്ട് വരിക 12,000 റുപ്പീസ് ആണ്. 12,000 രൂപ അയാൾക്ക് ടാക്സബിൾ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും HRA 12,000 എന്നിവിടെ എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്മോൾ കാർ പ്രൊവൈഡഡ് ബൈ ദ കമ്പനിയാണ് അല്ലെ. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാൾക്ക് മിസ്റ്റർ എക്ക് ഒരു കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാറിന്റെ എക്സ്പെൻസുകളും കാര്യങ്ങളും അതിന്റെ ഡ്രൈവർക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ കമ്പനി തന്നെയാണ്. ഇറ്റ്സ് എ പെർക്വിസിറ്റ് ആണ്, സ്മോൾ കാർ ആണ്. സ്മോൾ കാർ ആകുമ്പോൾ 1.6 ലിറ്റർ എഞ്ചിന്റെ താഴെയുള്ള കാറായിരിക്കും വരിക. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ കാർ ഇയാൾ ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും കൂടി യൂസ് ചെയ്യുന്ന കാർ ആയതുകൊണ്ട് അത് പെർക്വിസിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ കാറിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഇയാളുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി, പെർക്വിസിറ്റ് ആണ് ഇവിടെ. പെർക്വിസിറ്റ് ആയിട്ടാണ് കാറിനെ കൺസിഡർ ചെയ്യുക. 2,700 ഇൻറ്റു 12 അല്ലെ, 2,700 ഇൻറ്റു 12, ദെൻ 32,400 രൂപയാണ് അവിടെ എന്ത് വരിക? ഇയാൾക്ക് ഈ ഒരു എമൗണ്ട് ആയിട്ട് വരിക. നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടോ? പഴയ പെർക്വിസിറ്റ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ നമ്മളുടെ ഓൺലൈൻ ബാച്ചിലുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ എങ്ങനെയാണ് പെർക്വിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അശ്വിനി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അശ്വിനി ഓക്കെ, എങ്ങനെയാണ് പെർക്വിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണതൊക്കെ അറിയില്ലേ? ഓർമ്മയുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിൽക്ക്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്തത് നമ്മളൊക്കെ.
കഴിഞ്ഞ സെമ്മില് നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം, എങ്കിലേ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, എച്ച് ആർ ഐയുടെ കേസ് ഇതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ആ സംഭവത്തിൽ ഇതാണ്. എച്ച് ആർ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഇവിടെ കണ്ടോ, എച്ച് ആർ എ നമുക്ക് പാർഷ്യലി ടാക്സബിൾ അലവൻസിലാണ് എച്ച് ആർ എ വരിക. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ്, റെന്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി, ദെൻ 40% ഓഫ് സാലറി അല്ലെങ്കിൽ 50% ഓഫ് സാലറി. ഉണ്ടോ, മുംബൈ, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഈ പറയുന്ന പ്രധാനപ്പെട്ട മേജർ സിറ്റീസിലാണെങ്കിൽ അയാളുടെ സാലറിയുടെ 50%, അതർവൈസ് 40% ഓഫ് സാലറിയാണ് വരിക. പിന്നെ ആക്ച്വൽ എച്ച് ആർ റിസീവ്ഡ്, റെന്റ് പെയ്ഡ്. ഇതാണ് ഇതിലെ ഏറ്റവും ചെറുത്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് അവിടെ നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. ഇവിടെ സാലറി എടുക്കുമ്പോൾ ഇപ്പോൾ രണ്ട് കാര്യമുണ്ട്. 10% ഓഫ് സാലറി ഉണ്ട്. ഈ 10% ഓഫ് സാലറി അല്ലെങ്കിൽ 40% ഓഫ് സാലറി അല്ലെങ്കിൽ 50% ഓഫ് സാലറി. അപ്പോൾ ഇവിടെ സാലറിയിൽ എന്തൊക്കെ വരും എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ബേസിക് സാലറി, DA, കമ്മീഷൻ, ടേൺ ഓവർ അച്ചീവ് ചെയ്താൽ കിട്ടുന്ന കമ്മീഷന്, ഇതൊക്കെ പാടെ കൂടി ചേർത്താണ് നമുക്ക് അത് കിട്ടുക, സാലറി കിട്ടുക. ആ സാലറിയുടെ 10% അതിനാണ് നമ്മൾ റെന്റ് പേ ചെയ്ത് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ 40%. ഇപ്പോൾ നമ്മളിവിടെ ഈ കഴിഞ്ഞ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിൽ ഇവിടെ നോക്കുക. കണ്ടോ, ഇവിടെ റെന്റ് പെയ്ഡ് ഇല്ല, റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? റെന്റ് പെയ്ഡ് ഇവിടെ നമുക്ക് അറിയാം, ഇയാള് റെന്റ് പേ ചെയ്ത് 6000 പെർ മന്ത് ആണ് അല്ലെ. അപ്പൊ 6000 എന്ന് പറയുമ്പോൾ ഏകദേശം 72,000 വരും. 72,000 വരും 6000 × 12 ചെയ്യുമ്പോൾ. ദെൻ അതുപോലെ അതാണ് റെന്റ് പെയ്ഡ്. ഓക്കെ, ഇനി ഇയാള് 10% ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം അയാളുടെ എമൗണ്ട് ഓഫ് സാലറി ഈ പറഞ്ഞ എന്തൊക്കെ കൂടി ചേർന്നാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ എന്തൊക്കെയാ, ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് സാലറിയിൽ ഉണ്ടാവുക എന്നുള്ളത്. സാലറിയിൽ ബേസിക് സാലറി, DA, കമ്മീഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പാടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ ബേസിക് സാലറി അല്ലെ, ബേസിക് സാലറി എത്രയാണ്? 30,000 × 12 ചെയ്ത 3,60,000 ആണ്. ആ 3,60,000 10%. ഓക്കെ, അതാണ് 36,000. 10% ഓഫ് സാലറി ആണ് 36,000. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞു വന്നത് നമ്മളിപ്പോ പെർക്വിസിറ്റിന്റെ കേസ് എടുക്കാനാണ് ഇപ്പൊ എടുത്തത്. കാറിന്റെ കാൽക്കുലേഷൻ കാണിച്ചു തരാനാണ് കേട്ടോ. ഓക്കെ, ഇതാണ് പെർക്വിസിറ്റ്. പെർക്വിസിറ്റിന്റെ കേസിൽ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കേസിൽ ഇതാണ് വരിക. റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഈ എംപ്ലോയർ താമസ സൗകര്യം തരികയാണെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ ആണ്. 2 പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാറിന്റെ കേസിൽ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കേസിലാണ് നമുക്ക് ഓക്കെ, ഇതാണ് കാറിന്റെ കേസ് കേട്ടോ. 2,400 പ്ലസ് സ്മോൾ കാർ ആണെങ്കിൽ 1,800 പ്ലസ് 900 ആണ് വരിക. ആ 1,800 പ്ലസ് 900 ആണ് ഈ പറഞ്ഞ എത്ര വരും? 2,700 വരും. ഓക്കെ, 2,700 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ കിട്ടിയത് ഇങ്ങനെയാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, നോക്കിക്കോ, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഇവിടെ നോക്കിയാൽ മതി. 2,700 ഇവിടെ കാണുന്നുണ്ടാവും. കണ്ടോ, 2,700 പറഞ്ഞാൽ 1,800 സ്മോൾ കാർ ആയതുകൊണ്ട് കാറിന്റെ വാല്യൂ 1,800 പ്ലസ് അയാളുടെ ഡ്രൈവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പ്ലസ് 900, അങ്ങനെയാണ് 2,700 വരിക. അങ്ങനെ ഓരോ മാസത്തേക്ക് അങ്ങനെ × 12 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും 32,400 രൂപ. നിങ്ങൾക്ക്
കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സസ് കോൺട്രിബ്യൂഷൻ ടു RPF ബൈ എംപ്ലോയർ. ഓക്കെ, അതായത് ഇയാള് RPFിലോട്ട് അധികമായിട്ട് കൊണ്ടുവന്ന ഒരു എമൗണ്ട്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ അധികമായിട്ട് കൊണ്ടുവന്ന എമൗണ്ട് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യേണ്ടി വരും, ഇയാളുടെ സാലറിയിലോട്ട് ഇയാൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എമൗണ്ട് ആയിട്ട് ഇയാളുടെ സാലറിയുടെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ പറഞ്ഞുതരാം. നമ്മളുടെ ഈ ഒരു കേസിൽ പറയുന്നുണ്ട്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് 14% ഓഫ് സാലറി ആണ്. 12% ഓഫ് സാലറി വരെ എക്സംപ്റ്റഡ് ആണ്. ബാക്കി 2% നോട്ട് ചെയ്തോ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എംപ്ലോയറും എംപ്ലോയി എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം അത് അയാളുടെ സാലറിയുടെ ഭാഗമായിട്ട് ഈ 30,000 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എംപ്ലോയർ ഈ RPFിലോട്ട് എംപ്ലോയിയുടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലോട്ടൊക്കെ എംപ്ലോയർ അയാളുടെ വക ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 12% വരെ, നോട്ട് ചെയ്ത് വെച്ചാൽ 12% വരെ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ആ 12% അധികം, അപ്പൊ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് 14% ആണ്. ആ എക്സസ് 2% എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ അയാളുടെ സാലറിയോട് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അത് അയാളുടെ സാലറി ആയിട്ട് ഇറ്റ്സ് എ പെർക്വിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ഈ പറഞ്ഞ എമൗണ്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, 2% ഉണ്ടോ, 3,60,000 ആണ് ഇയാളുടെ സാലറി. ഓക്കെ, 3,60,000 സാലറിയാണ്. ആ സാലറിയുടെ 14% എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ എംപ്ലോയർ അയാളുടെ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു 14%. ഓക്കെ, ആ 14%-ൽ 12% വരെ എക്സംപ്റ്റഡ് ആണ്. ഇപ്പോൾ എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് 12%, ഇയാളുടെ സാലറിയുടെ 12% വരെ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ആ എമൗണ്ടിന് എന്ത് ചെയ്യണ്ട, അയാളുടെ സാലറിയോട് കൂടി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ കൂടുതൽ കൊണ്ടുവന്നാൽ, ഇപ്പോൾ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്ത 14% ആണ്. അപ്പോൾ 14 - 12 അല്ലെ, 14 - 12 2% അധികം കൊണ്ടുവന്നിട്ടുണ്ട്. ആ 2% എന്ത് ചെയ്യണം, ആ പെർസെൻറ്റേജ് അയാളുടെ സാലറിയോട് കൂടി ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇയാളുടെ സാലറിയുടെ 14% എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവിഡന്റ് ഫണ്ടായിട്ട് ഇയാളുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 12% വരെ എക്സംപ്റ്റഡ് ആണ്. ബാക്കിയുള്ള 2% എന്താണ്, അയാളുടെ ഇൻകം ആയിട്ട് ഇയാളുടെ ടാക്സിലോട് അല്ലെ, ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പെർക്വിസിറ്റ് ആയിട്ട് ഇയാളുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യേണ്ടി വരും. സോ അതാണ് എക്സസ് കോൺട്രിബ്യൂഷൻ ടു RPF ബൈ എംപ്ലോയർ. 12% വരെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അയാളുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യേണ്ട, പക്ഷെ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് എടുക്കേണ്ടി വരും. അതുപോലെ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് വല്ല ഇൻട്രസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇൻട്രസ്റ്റ് അപ് ടു 9.5% വരെ എക്സംപ്റ്റഡ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ അപ് ടു 9.5% വരെയുള്ള ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതാണ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡന്റ് ഫണ്ട് എമൗണ്ട് ടു rupees 10,500 ആണ്. 10,500 ആണ് ക്രെഡിറ്റ് ആയത്. ഓക്കെ, ആ 10,500 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാ, 10.5% ആണ്. അതായത് 9.5% വരെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണ്ട, അത് അയാളുടെ സാലറി എന്ന് പറയുന്ന ഹെഡിൽ ആഡ് ചെയ്യണ്ട, ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണ്ട, അത് എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് അപ് ടു 9.5% ഇൻട്രസ്റ്റും അതുപോലെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അപ് ടു 12% എക്സംപ്റ്റഡ് ആണ്. അതെന്ത് ചെയ്യണ്ട, സാലറിയുടെ പാർട്ടിൽ അല്ലെങ്കിൽ അയാളുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, എക്സംപ്റ്റഡ് ആണ്. പക്ഷേ അതിൽ കൂടുതൽ എമൗണ്ട് വന്നാൽ അത് അയാളുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ 10.5% ആണ് 10,500. അതിൽ 9.5 വരെ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ബാക്കി ടാക്സിബിൾ ആയിട്ട് മാറും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് 10,500 ഇൻറ്റു 1% അല്ലേ, 10.5 ഡിഫറൻസ് നോക്കിയാലോ, 9.5 വരെ എന്താണ്, നമുക്ക് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് 1%, അതാണ് ഇവിടെ 1 എടുത്തിട്ടുള്ളത്. 1 / 10.5% എടുത്താൽ നമുക്ക് ഇവിടെ 1000 ആണ് അധികമായിട്ട് അവിടെ വന്ന ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാട് ആഡ് ചെയ്താൽ ഈ പറഞ്ഞ ഇൻകം, ബേസിക് പേ, ബോണസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ഇയാൾ ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്തതുകൊണ്ട് ഫുള്ള് ടാക്സബിൾ ആയിട്ട് മാറും. ദെൻ മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ് ചെയ്തത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ
ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റലിലോ ആണ്, സോറി, ഇൻകം ടാക്സ് അതോറിറ്റി അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റലിലോ ആയിരുന്നെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷെ അത് പ്രൈവറ്റ് ക്ലിനിക്കിലാണ്. പിന്നെ HRAയുടെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ പെർക്സിറ്റ് കാറാണ്. അതിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു സ്മോൾ കാർ ആയതുകൊണ്ട് ഈ കാറ് പേഴ്സണൽ പർപ്പസിനും അയാളുടെ ഒഫീഷ്യൽ പർപ്പസിനും കൂടി യൂസ് ചെയ്യുന്ന കാർ ആയതുകൊണ്ട് 1800 പ്ലസ് 900, ഡ്രൈവറും കൂടി ഉണ്ടെങ്കിൽ 900 കൂടി ആഡ് ചെയ്ത് ഇൻറ്റു 12 ഓരോ മാസത്തേക്കാണ് എമൗണ്ട് വരിക 2700. അപ്പോൾ 32,400. പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഈ പറഞ്ഞ RPF-ലോട്ട് കോൺട്രിബ്യൂഷനും അതിന്റെ ഇൻട്രസ്റ്റും എക്സസ് വന്ന എമൗണ്ട് ഒക്കെ പാടെ ആഡ് ചെയ്താൽ നമുക്ക് അവിടെ ഗ്രോസ് സാലറി കിട്ടും 5,21,600 കിട്ടും. ഓക്കെ, ഈ 5,21,600 ആണ് അയാളുടെ ഗ്രോസ് സാലറി. ഇനി ആ ഗ്രോസ് സാലറിയെ നെറ്റ് സാലറി അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി ആക്കി മാറ്റാന് നമുക്ക് സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് എന്തുണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറയുന്നുണ്ട്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഇൻകം ഫ്രം സാലറി കിട്ടും. 50,000 ആണ് സാലറിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നോട്ട് ചെയ്ത് വെച്ചോ, സാലറിയിലെ ഡിഡക്ഷൻ ആണ് 50,000. അത് നമുക്ക് എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 50,000 ലെസ് ചെയ്യാം. ഓക്കെ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,21,600 ഈ 50,000 മൈനസ് ചെയ്താൽ 4,71,600 ആണ് ഇൻകം ഫ്രം സാലറി കിട്ടുക. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് വേറെ ഉള്ളത് ഈ ഒരു പ്രീമിയം പേ ചെയ്തു എന്ന് പറഞ്ഞതാണ് അല്ലേ, ലൈഫ് ഇൻഷുറൻസ് പോളിസി. അതിന്റെ പോളിസിയുടെ പ്രീമിയം 18,000. ഈ പറയുന്ന മിസ്റ്റർ എ അയാളുടെ പേരിലെടുത്ത ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അതിന് 18,000 രൂപ പ്രീമിയം അടച്ചിട്ടുണ്ട്. അത് ATC പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ള പ്രൊവിഷനാണ്. ഓക്കെ, ഇനി ഉള്ളത് ഇയാൾക്ക് 57,000 രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ആ ഇൻട്രസ്റ്റ് അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ പേരിൽ താഴെ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, 57,000, 57,000. ഓക്കെ, അപ്പോ ഇൻകം ഫ്രം സാലറി ഇപ്പൊ ഇയാൾക്ക് ഈ പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ 2 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണുള്ളത്. ഇൻകം ഫ്രം സാലറി എന്നുള്ള 4,71,600 ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള 57,000. മറ്റുള്ള ഹെഡുകളൊന്നും ഇയാൾക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും 5,28,600 ആണ് ഇയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ പറയുന്ന ഇയാളുടെ 5 ഹെഡ്സിൽ 2 ഹെഡ്സ് ഉള്ള അയാൾക്ക് ആ 2 ഹെഡ്സും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ എമൗണ്ട് 5,28,600 രൂപയാണ്. ഇനി അത് നമുക്ക് ക്ലബിങ്ങും സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്ത് അതൊന്നും നമുക്ക് ഇതിൽ വേറെ പ്രൊവിഷൻസ് ഒന്നും പറയുന്നില്ല. അപ്പൊ അതൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ടോട്ടലിംഗത്തിന്, ഗ്രോസ് ടോട്ടലിംഗത്തിനെ ടോട്ടലിംഗമാക്കി മാറ്റണം. അതിന് ചെയ്യാനുള്ളത് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 80C അല്ലെ, 80Cയിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. ഒന്ന് സെക്കൻഡ്. ഓക്കെ, ATC പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഇവിടെ വർക്കിംഗ് നോട്ടിൽ കാണിക്കുന്നുണ്ട്. ATCയിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF, എംപ്ലോയി ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് ATC പ്രകാരം എന്ത് കിട്ടും, ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അതാണ് 50,400. ദെൻ പിന്നെ അയാൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട് 18,000. അപ്പൊ രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 68,400 രൂപ അയാൾക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻസ് അയാൾക്ക് ATC പ്രകാരം കിട്ടും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ATCയിൽ പറയുന്നത് ഇവിടെ കോൺട്രിബ്യൂഷൻ ടു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് എക്സെട്ര. അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ATC പ്രകാരം എന്ത് കിട്ടും, ഡിഡക്ഷൻസ് കിട്ടും. ദെൻ അതിൽ ഇയാള് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട്, ഇയാള് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് അല്ലെ. ഈ ക്വസ്റ്റിൽ പറഞ്ഞത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എംപ്ലോയറും എംപ്ലോയിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ ആ ഒരു എമൗണ്ട് കിട്ടാനുള്ള കാരണം. മനസ്സിലായോ? മനസ്സിലാവണ്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ.
നോക്കാം. ഈ പറഞ്ഞ എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മതി. എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ട്. ഇവിടെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാണ്ടാവും. ഇവിടെ എംപ്ലോയി ആൻഡ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി അയാളുടെ RPF-ലോട്ട് അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് അതിലെ എമൗണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അതിന് പുറമെ ഇയാൾ ഈ പറഞ്ഞ പ്രീമിയം അടച്ചിട്ടുണ്ട് അല്ലെ. ഇയാള് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നുണ്ട് 18,000. രണ്ടും പാടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഈ പറഞ്ഞ 68,400 കിട്ടുക, 68,400 കിട്ടുക. ഓക്കെ, ദെൻ ഇത് 14% ആണ് വരിക കേട്ടോ, 14%. ദെൻ 40% ഓഫ് ഹിസ് സാലറി ആണത്. അപ്പോൾ രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 68,000 ATC പ്രകാരമുള്ള 68,400 ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഇനി അയാൾക്ക് നമ്മുടെ മറ്റ് ഇനി 80 TTA ആണ്. TTA എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആണ് അല്ലെ, 57,000. അതായത് നമുക്ക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് TTA പ്രകാരം 10,000 രൂപ വരെയുള്ള ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിഡക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ഡിഡക്ഷൻസിന്റെ സ്ലൈഡ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ഓർമ്മയില്ല. ഇവിടെ നോക്കിയാൽ മതി. കണ്ടോ, TTA കണ്ടോ, ഡിഡക്ഷൻസ് ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് സെക്ഷൻ 80 TTA ആണ്. സെക്ഷൻ 80 TTA ഇൻഡിവിജ്വൽസിന് HF-നാണ് കിട്ടുക. ദെൻ 10,000 രൂപ വരെയുള്ള ഇൻട്രസ്റ്റ് കണ്ടോ, നമുക്ക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ വരെയുള്ള ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ആ എക്സംഷൻ ആണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള എക്സംഷനായിട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ കാണിച്ചത്. ഓക്കെ, ഈ 10,000 അതാണ് കേട്ടോ. ഇനി അപ്പോൾ ഈ പറഞ്ഞ ATC പ്രകാരമുള്ള 68,400-ഉം അതുപോലെ 10,000 ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 78,400 കിട്ടും. അത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാം അല്ലെ. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ ടോട്ടൽ ഇൻകം ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ATC മുതൽ ATU വരെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്യാം. നമുക്കിവിടെ 2 ഡിഡക്ഷൻസ് ആണ് ഈ ഒരു പ്രോബ്ലത്തിലുള്ളത്. ATC പ്രകാരം നമ്മളുടെ പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടച്ചത്. ഇപ്പോൾ ATC പ്രകാരം നമുക്ക് മാക്സിമം കിട്ടുന്ന എക്സംഷൻ എത്രയാ, ഡിഡക്ഷൻസ് എത്രയാ, 1,50,000 ആണ്. 1,50,000 രൂപ വരെ നമുക്ക് എന്ത് കിട്ടും, ATC പ്രകാരം നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇയാൾക്ക് 68,000 ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി TTA എന്ന് പറഞ്ഞാൽ സെക്ഷൻ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സെക്ഷൻ നിങ്ങൾ ഈ ഒരു ഡിഡക്ഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇതിലിപ്പോ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചതാണ്. ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. ഇതിൽ നമ്മൾ അധികമായിട്ട് വരുന്ന കാര്യം ഈ ഒരു ATC മുതൽ ATU വരെയുള്ള ഡിഡക്ഷൻസിന്റെ കാര്യങ്ങളാണ്. അതിൽ ATC നോട്ട് ചെയ്ത് വെച്ചോ. ഈ എംപ്ലോയി ഈ പറഞ്ഞ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് വല്ല കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ATC പ്രകാരം ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, അതുപോലെ ഇയാളുടെ ഈ ലൈഫ് അസസിയുടെ പേരിലോ അസസിയുടെ റിലേറ്റീവ്സിന്റെ പേരിലോ ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, ATC പ്രകാരം ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ 80 TTA ആണ്. TTA എന്ന് പറഞ്ഞാൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ വരെയുള്ള ഡിഡക്ഷൻസ് എന്താണ്, ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ ഇയാൾക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്, ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് 57,000 ആണ്. 57,000 ഫുള്ളായിട്ട് നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. 10,000 രൂപയാണ് നമുക്ക് കുറക്കാൻ പറ്റുക. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും 4,50,200 എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുക. ഈ പ്രോബ്ലത്തിൽ വല്ല ഡൗട്ടും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഈ ഒരു കഴിഞ്ഞ സെമ്മിന്റെ മെറ്റീരിയൽസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നോക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും? ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടി പറയൂ. ഏത് ഡിഡക്ഷൻസിന്റെ കേസ് ആണോ? 80 TTA എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ATC എന്ന് പറഞ്ഞാൽ നമുക്ക്
സി പ്രകാരമുള്ള ഡിറക്ഷൻസ് ആണ്. ആ ഡിറക്ഷൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, സ്ലൈഡ് ഒന്നും കൂടി. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഡിറക്ഷൻസ് ആണ് കേട്ടോ. 80C എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ടു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ആണ്. എംപ്ലോയി അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ഏൺ ചെയ്യുന്ന അസസി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടക്കുകയോ അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് വല്ല കോൺട്രിബ്യൂഷൻസ് നടത്തി കഴിഞ്ഞാലോ 80C പ്രകാരം അയാൾക്ക് എന്ത് കിട്ടും? ഡിറക്ഷൻസ് അവൈലബിൾ ആണ്. എന്താണ് ഈ ഡിറക്ഷൻസ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ 5 ഹെഡ്സ് ഓഫ് ഇൻകംസും ആഡ് ചെയ്ത് അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറക്കാൻ പറ്റും. ഇത്തരം എന്തെങ്കിലും പ്രീമിയം അടച്ചാൽ അല്ലെ, ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്ത് അടക്കേണ്ടി വരും? പ്രീമിയം അടക്കേണ്ടി വരും. ഓരോ 2 മാസം അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോൾ ഒക്കെ അയാൾ പ്രീമിയം അടക്കേണ്ടി വരും. അങ്ങനെ വല്ല പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ ആ പ്രീമിയം അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കാം. അതുപോലെ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ, പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് എംപ്ലോയി കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതും 80C പ്രകാരം അയാൾക്ക് ഡിറക്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ വേറെ ഡിറക്ഷനാണ് 80TTA എന്ന് പറയും. ഓക്കെ, TTA എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിറക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് അക്കൗണ്ട് ആണ്. സേവിംഗ് അക്കൗണ്ടിൽ അയാൾക്ക് അതില്ല ഇൻട്രസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കറിയാം ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ്, നമുക്ക് പല ടൈപ്സ് ഓഫ് അക്കൗണ്ടുകളുണ്ട്. അതിലൊരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയും. ആ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് അസസിക്ക് വല്ല ഇൻകംസും ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ വരെയുള്ള ഇൻകം എന്താണ്? എക്സെപ്റ്റഡ് ആണ്, ഡിറക്ഷൻസ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, സച്ച് ഇൻകം ഓർ ₹10,000 വിച്ച് എവർ ഈസ് ലെസ്. ഇപ്പൊ 10,000ന്റെ താഴെയാണെങ്കിൽ ആ 10,000 ആണ്, എത്രയാണോ എമൗണ്ട് അതേ ഡിറക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം 10,000 രൂപ വരെ എന്ത് കിട്ടും? 80TTA പ്രകാരം എന്ത് കിട്ടും? ഡിറക്ഷൻസ് അവൈലബിൾ ആണ്. അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സീനിയർ സിറ്റിസൺ ആവാൻ പാടില്ല. സീനിയർ സിറ്റിസന് വേറൊരു പ്രൊവിഷൻ പറയുന്നുണ്ട് 80TTB. ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് ഈ മിസ്റ്റർ എ എന്ന് പറഞ്ഞ ഒരാള് എന്ത് പറയുന്നില്ല? സീനിയർ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാം അയാൾ നോർമൽ സിറ്റിസൺ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ.